ഹലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലോ. ഞങ്ങൾ ബ്രെഡും കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനും അതിനുള്ള മസാല കൂട്ടാനും അതിനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിന് വലിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് മല്ലിയില ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഇങ്ങനെ നല്ലപോലെ നല്ല ഐറ്റം നല്ല ഇളക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. കുട്ടികൾ സ്കൂൾ വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല അടിപൊളി ഐറ്റമാണ്. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് കയ്പ്പൊക്കെ കെട്ടി അത് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ കുടുക്കിയിലിങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് വയറ്റി കൊടുക്കുക. അതിന് ശേഷം മല്ലിച്ചപ്പൊടി, അതിനുശേഷം ലേശം ഉപ്പ്, അത്യാവശ്യത്തിന് ഉപ്പിട്ട് ലേശം മുളക് പൊടി ഇട്ടെടുക്കും. അതിനുശേഷം ലേശം അത്യാവശ്യമുള്ള എരിവ് ഇട്ടെടുത്തായി. കുട്ടികളൊക്കെ തിന്നുമ്പോൾ കുട്ടികൾക്ക് നല്ല എരിവുണ്ടാകും. അങ്ങനെ അത്യാവശ്യത്തിലുള്ള മുളകും പൊടി ഇട്ടെടുക്കും. ലേശം മഞ്ഞൾപ്പൊടി, അതിനുശേഷം ലേശം ഉരുളൻകിഴങ്ങ് വേവിച്ചത്, കുട്ടികളൊക്കെ സംസാരം കേൾക്കുന്നുണ്ടല്ലേ. കുട്ടികൾ അനിയത്തിലെ കുട്ടികളൊക്കെ വന്നിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികൾ സംസാരം കേൾക്കുന്നുണ്ട്. അതിനുശേഷം ചിക്കൻ പൊടിച്ചത്, അങ്ങനെ ചിക്കൻ പൊടിച്ചത് അങ്ങനെ ഉള്ളിയിൽ ഇട്ടിട്ട് അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിനി ബ്രെഡ് പൊരിക്കാം. അതിന് ശേഷം 2 കോഴിമുട്ടിട്ട് അതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്
അതിന് ശേഷം രസം മുട്ട പാരുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മസാല കൂട്ടിയല്ലേ അത് വെച്ചെടുക്കുക. മസാല കൂട്ടിൻ്റെ മുന്നേ ബ്രെഡിൻ്റെ മുകളിൽ രസമായാലും കോഴിമുട്ട ഒഴിച്ച് പാരും. അതിനുശേഷം നമുക്ക് മസാല വെക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചും പാടെ കോഴിമുട്ട ഇതാക്കി പോരെ. എന്നാലേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുള്ളൂ. എന്നിട്ട് നമുക്ക് അത് മറിച്ചിട്ടെടുക്കാം. അടിപൊളിയല്ലേ? കുട്ടികളെ സൗണ്ട് കേൾക്കാണ്ട്, കുട്ടികളൊക്കെ കുട്ടികൾ വരുന്നതുകൊണ്ട് കുട്ടികളെ സൗണ്ട് കേൾക്കാണ്ട്. എന്നിട്ട് അങ്ങനെ മറിച്ചിട്ടെടുക്കും. അങ്ങനെ ഒന്ന് റെഡി. അങ്ങനെ രണ്ടാമത് നമുക്ക് ഇനി അതിലെന്താ അതിനൊക്കെ സുഖം ഇപ്പം ബ്രെഡിൽ മുട്ടയിലും ബ്രെഡ് മുക്കിയിട്ട് അങ്ങനെ വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മസാല വെച്ചെടുക്കുക. അങ്ങനെ രണ്ടാമത് അങ്ങനെ ബ്രെഡ് മുക്കിയിട്ട് മുട്ടിയിൽ മുക്കിയിട്ട് അങ്ങനെ രണ്ടാമത് ചട്ടിയിലിട്ട് രണ്ടാമത് ഇതിന് മസാല ഇടുക. അങ്ങനെ മസാല ഇട്ട് രണ്ടാം മറിച്ചിട്ടെടുക്കുക. അങ്ങനെ രണ്ടാമത്തെ ബ്രെഡും റെഡി. അത് ശരിക്കും മീൻ അപ്പുറത്തെ മീനുണ്ട് വറുക്കാൻ വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അങ്ങനെ ഉണ്ട് അങ്ങനെ ഒന്നുകൂടി നമുക്ക് അടി കൊടുക്കുക. എന്നാലേ ഉള്ളൂ. അടിപൊളിയല്ലേ? രണ്ടാമത് അങ്ങനെ മസാല കൊടുക്കുക.
അങ്ങനെ ബ്രെഡ് റെഡി. അടിപൊളിയല്ലേ? പിന്നെ അതിന് ബാക്കിയുള്ള മസാല ഉണ്ടായിരുന്നു. നമുക്കത് അതിലേക്ക് ഒരു കുഞ്ഞൊരു കടി ഉണ്ടാക്കുക. അവനാണ് വയ്ക്കുന്ന ഷേപ്പിൽ വെക്കുക. റൗണ്ടാണെങ്കിൽ റൗണ്ട്, ചതുരാണെങ്കിൽ ചതുരം, എങ്ങനെയായാലും വേണ്ടില്ല. അങ്ങനെ അത് ഞങ്ങൾ കട്ട്ലേറ്റ് അറിയും. നിങ്ങളെന്താ പറയണമെങ്കിൽ എങ്ങനെ പറഞ്ഞോളൂ. അങ്ങനെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കാൻ. അങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അങ്ങനെ അത് ചട്ടിയിലേക്ക് ഇട്ട് അങ്ങനെ മസാല ബാക്കിലേക്ക് ഞങ്ങളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി. അങ്ങനെ എല്ലാതും കൈകൊണ്ട് ഞങ്ങൾക്ക് വയ്ക്കുന്ന ഷേപ്പിൽ ഉണ്ടാക്കി. ഞങ്ങളത് ചട്ടിയിലേക്ക് ഇട്ട ശേഷം അത് വെന്തപ്പോൾ അങ്ങനെ മറിച്ചിടുകയാണ്. അങ്ങനെ കട്ട്ലേറ്റും റെഡി, ബ്രെഡും റെഡി. അങ്ങനെ കുട്ടികൾക്ക് കൊടുത്തു. കുട്ടികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു.